ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ലേ? ഈ സ്ട്രെസ് കാരണം നമുക്ക് ഒരു ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ഡിസീസോ വരാനുള്ള ചാൻസ് ഉണ്ടോ? ബേസിക്കലി സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിങ് ആണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഏറ്റവും ഉയർന്ന ലെവലിൽ നമുക്ക് കോർട്ടിസോൾ കാണുന്നത് നമ്മൾ എണീക്കുന്ന സമയത്താണ്. പിന്നെ മണിക്കൂറുകൾ കഴിയും തോറും കോർട്ടിസോളിന്റെ അളവും കുറഞ്ഞു വരും. അതായത് നമ്മുടെ ശരീരത്തിൽ ഓവറോൾ സ്ട്രെസ് കുറഞ്ഞു വരും. രാത്രി നമ്മൾ ഉറങ്ങാൻ പ്രതീക്ഷിക്കുന്ന സമയം ഒരു 11 മണി 11:30 മണി ആ സമയമാകുമ്പോഴേക്കും കോർട്ടിസോൾ ഓൾമോസ്റ്റ് 0 അടുത്ത ലെവലിലേക്ക് താഴും. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ മാറി. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്കർ ഉണ്ട്, അല്ലാതെ തന്നെ ഇപ്പം മൊബൈലിലാണെങ്കിലും രാത്രിയോളം ഉറങ്ങാതെ ബെഡിൽ കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ പലർക്കും ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അലേർട്ട് ആയിട്ടിരിക്കാൻ വേണ്ടി ഫോഴ്സ്ഡ് ആക്കുകയാണ്. അലേർട്ട് ആകുമ്പോൾ നമുക്ക് കോർട്ടിസോൾ ഹോർമോൺ കൂടിയേ തീരുള്ളൂ. 12 മണി സമയത്ത് ഓൾമോസ്റ്റ് 0 അടുക്കേണ്ട കോർട്ടിസോൾ അപ്പോഴും വളരെ ഹൈ ആയിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെയാണ് രാത്രി ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ. ലേറ്റ് നൈറ്റിൽ ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്യുകയും ഈവൻ വീട്ടിൽ തന്നെയുള്ള സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണയായിട്ടുള്ള ഒരു സമയമാണ്. ഡൈജഷൻ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ കോർട്ടിസോളിന്റെ അളവ് ഉയർന്നിരിക്കും. ഈ കോർട്ടിസോൾ ലെവൽ തുടർച്ചയായി ഉയർന്നു തന്നിരിക്കുകയും അത് നമ്മുടെ ഡയബറ്റീസിനും നമ്മുടെ അമിതവണ്ണത്തിനും ആങ്സൈറ്റി പോലെയുള്ള രോഗങ്ങളിലും സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾ PCOD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുത്തുന്നതിനും കാരണമാകും.